അപ്പോഴേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റിച്ച് പ്രോട്ടീൻ ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു ഗ്ലാസ് അരി, ഒരു കപ്പ് ചെറുപയർ, ഒരു 1/4 കപ്പ് ഉഴുന്ന്, പിന്നെ ദേ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് നല്ലപോലെ ഇങ്ങോട്ട് കുതിർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ദേ കലത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ദോശൻ്റെ ബാറ്ററാണേ. ഇനിയിപ്പോൾ രാവിലെ നോക്കിയാൽ മതി. അങ്ങനെ ദേ രാവിലെ ആയപ്പോഴത്തേക്കും നല്ലപോലെ അങ്ങോട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇന്നലെ ഞാനിത് രാത്രി 10 മണിയായപ്പോഴാണ് കേട്ടോ അരച്ചെടുത്ത് വെച്ചത്. അപ്പോൾ അതേ നല്ലപോലെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മസാല ദോശ പോലെ ആക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകൊക്കെ പൊടിച്ച് കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ബീട്രൂട്ടാണ്. അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കുന്ന സമയത്ത് തന്നെ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് മക്കൾക്കൊക്കെ കൊടുത്തു. ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചുട്ടിട്ട് അങ്ങനെയാണ് പിള്ളേർക്ക് കൊടുത്തത്. അങ്ങനെ അതേ അവർക്കുള്ള ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി മക്കൾ പോയി. പിന്നീട് മക്കൾ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. അങ്ങനെ കഴിക്കാൻ പോണ സമയത്ത് തന്നെയാണ് ഞാനും ദോശയൊക്കെ ചുട്ടെടുത്തത്. അപ്പോൾ ഇതേപോലെ ചൂടോടുകൂടി കഴിക്കാനാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ട് അങ്ങനെ കഴിക്കണേണ് കേട്ടോ. അപ്പോൾ അതേ അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല റിച്ച് പ്രോട്ടീനുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ.